നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറിന് എത്ര വയസ്സായി? കൃത്യമായിട്ട് അറിയില്ല ഡോക്ടർ. എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. ഇഞ്ചക്ഷന് സൂചി കണ്ടപ്പോഴേ നിലവിളിയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വലിപ്പം എന്താണെന്ന് അറിയാമോ ബ്രാൻഡ് അംബാസിഡറിന്? എന്നാൽ അറിയണം, കോടികൾ ടേൺ ഓവറുള്ള കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ സൂചിയല്ല, ഒരു പീരങ്കി വന്നാലും പേടിക്കാൻ പാടില്ല. മനസ്സിലായോ? ഏതായാലും ഇത് വൈറൽ പനിയാണെന്ന് തോന്നുന്നില്ല. രക്തം പരിശോധിച്ചാലേ കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് വീണ്ടും സൂചി കുത്തേണ്ടി വരും. കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ വേണ്ട, എന്റെ പനിയൊക്കെ പോയി. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് പനി പോകുന്നില്ല. രക്തം പരിശോധിക്കണമെങ്കിൽ നമുക്ക് നോക്കാം ഡോക്ടർ. തൽക്കാലം വരട്ടെ, ഒരു ദിവസത്തെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് മതി. ഈ ഗുളിക എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഇന്ന് രാത്രിയും നാളെ രാവിലെ ഒന്ന് കഴിച്ചു നോക്ക്. എല്ലാം ഓക്കെ ആവും. ആ പിന്നെ കുട്ടിയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അനീമിക്കാണോ എന്ന് നോക്കണം. സമയത്തും കാലത്തും ആഹാരം കഴിക്കാറില്ലല്ലേ? കഴിക്കാറുണ്ട്. എന്നാ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. പട്ടിണി കിടന്നാൽ സൗന്ദര്യം കൂടി സ്ലിം ബ്യൂട്ടി ആകാമെന്നാണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ധാരണ. ഏതായാലും വാരി വലിച്ച് കഴിക്കണമെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യത്തിന് കഴിക്കാതിരിക്കരുത്, അത്രയേ ഉള്ളൂ. എന്നാ പൊയ്ക്കോളൂ, ഗുളിക സമയത്തിന് കഴിക്കണം. ശരി ഡോക്ടർ. ആ ആനന്ദ്, മാഡത്തിനോടും സാറിനോടും എന്റെ അന്വേഷണം പറയണം. ശരി ഡോക്ടർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി ഡോക്ടർ. ശരി. നീ കിടക്ക, ഞാൻ മെഡിസിൻ തരാം. വല്യുവിന് ആകെ ബുദ്ധിമുട്ടായല്ലേ? ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്, ഒരുപാട് നന്ദി. എന്തിന്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് മരുന്ന് വാങ്ങിച്ചു തന്നില്ലേ? വേറെ ആരാ ഇപ്പൊ ഇവിടെ ഉള്ളേ? അതെ, നന്ദി ഒന്നും പറഞ്ഞ് നീ എന്നെ അന്യനാക്കണ്ട. ഞാൻ നിന്റെ സ്വന്തം വലിയ കുഞ്ഞ. എന്താ അങ്ങനെയല്ല എന്റെ സ്ഥാനം? നോക്ക് കല്യാണി, നിനക്ക് സുഖമില്ലാതിരിക്കുമ്പോ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? നീ എപ്പോഴും പറയുന്നത് എനിക്ക് തിരിച്ചും പറയാനുള്ളത്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതാ കാര്യം. എന്തായാലും നീ കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്ക. അപ്പോഴേക്കും ഞാൻ നിനക്ക് കുറച്ച് കഞ്ഞി വെച്ചുതരാൻ പറ്റുമോ നോക്കാം. അയ്യോ വലിയ, നീ എന്തിനാ അതൊക്കെ? വെറുതെ ബുദ്ധിമുട്ടണ്ട, എനിക്ക് വിശപ്പൊന്നും. ഏയ്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കല്യാണി, സന്തോഷേ ഉള്ളൂ. ഇത്രയും നാളും നീ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്നില്ലേ? ഇത് നിനക്ക് തിരിച്ച് സഹായം ചെയ്തു തരാനുള്ള അവസരമാണ്, അത്രേ ഉള്ളൂ. അതല്ല വല്യുഞ്ഞെ, കഞ്ഞി വെക്കാന്നൊക്കെ പറഞ്ഞ. കൊള്ളാം, എനിക്ക് കഞ്ഞി വെക്കാനൊക്കെ അറിയാമോന്നായിരിക്കും ന്യായമായ സംശയം. അതിനല്ലേ ദേ ഈ സാധനം കണ്ടുപിടിച്ചിരിക്കുന്നത്. ദേ ഈ സാധനത്തിലാ ഇപ്പൊ നമ്മുടെയൊക്കെ ലോകം. ഇതിൽ നോക്കി ആർക്കും കഞ്ഞിയല്ല ബിരിയാണി വരെ വെക്കാൻ പറ്റും. അതുകൊണ്ട് നിനക്ക് ആ വിധ ടെൻഷൻ ഒന്നും വേണ്ട.
മിണ്ടാതിരുന്ന് എന്റെ കഞ്ഞി ആസ്വദിച്ചാൽ മാത്രം മതി. അല്ല, അവിടെയല്ലേ നമ്മുടെ കിച്ചൺ? അതെ വലിയ. ആ ഓക്കെ ഫൈൻ. നീ അല്പനേരം ഒന്ന് മയങ്ങ്. അപ്പോഴേക്കും ഞാൻ കഞ്ഞിയുമായിട്ട് വരാം. നീ സുഖമില്ലാതിരിക്കുമ്പോൾ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതാ കാര്യം. കഞ്ഞി റെഡി. ആദ്യമായി ഈ ആനന്ദകൃഷ്ണൻ ഉണ്ടാക്കിയ വിഭവത്തിന് താങ്കൾക്ക് മായ തുറക്കാം. കല്യാണി, നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. വലിയ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണെന്ന് ഓർക്കുമ്പോ ഒരു കഞ്ഞി ഉണ്ടാക്കാനാണ് ഇത്രയും വലിയ കഷ്ടപ്പാട്. വലിയ ഡയലോഗൊന്നും അടിക്കാൻ നിൽക്കാതെ ആദ്യം നീ കഞ്ഞി കുടിച്ച് തീർക്കാൻ നോക്ക്. കമോൺ. മതി, കുറച്ചുകൂടെ കുടിക്കുക. മതി വല്യുഞ്ഞ്. ഇനി കല്യാണി കിടന്നു. പുറത്ത് മഴ ഇതുവരെ തീർന്നില്ലെന്നാ തോന്നണേ. പുറത്തിറങ്ങി മഴ നനയരുത്. അത് സാരമില്ല, നീ കിടന്നോ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം മാറും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ആരും കൊടുത്തില്ല. ഹോ, അപ്പച്ചന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഒരുമാതിരി മഞ്ഞിച്ച് നല്ല കോമഡി ആയിരുന്നു മൊത്തം. ഇവനതൊക്കെ പറയാം മോളെ. രാത്രിയിൽ എങ്ങനെ പനി കൂടിപ്പോയാ എന്റെ മോൾ എന്ത് ചെയ്യുന്നോർത്ത് ഇന്നലെ ഉറങ്ങിയിട്ടേയില്ല. കുറച്ച് ചൂടുവെള്ളം അനത്തി തരാൻ പോലും ഇവിടെ ആരുമില്ലല്ലോ. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് സുജാതയോട് പോലും ഒന്നും പറയാൻ പറ്റിയില്ല. അതേപ്പറ്റിയൊക്കെ ഓർത്തായിരുന്നു അച്ഛൻ ആദ്യം. സത്യം പറഞ്ഞ എന്റെ മോൾക്കൊന്നും വരുത്തല്ലേ, നീ തന്നെ അവളെ നോക്കിക്കൊള്ളണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച അച്ഛൻ അവിടെ ഇരുന്നത്. അച്ഛന്റെ പ്രാർത്ഥന വെറുതെ ആയില്ല മോളെ. ദൈവം തന്നെയാ എന്റെ മോളുടെ അസുഖം ഇത്ര പെട്ടെന്ന് മാറ്റിയത്. അതെ അച്ഛാ, ദൈവത്തെ പോലെ വല്യുകുഞ്ഞു വന്നാ എന്റെ അസുഖമൊക്കെ മാറ്റിയത്. വല്യുകുഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. പക്ഷേ രാത്രി വല്യുകുഞ്ഞു വന്നതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എനിക്ക് കഞ്ഞി വെച്ച് തന്നതും ഒക്കെ പറഞ്ഞാ അച്ഛൻ തെറ്റിദ്ധരിക്കില്ലേ? അതുകൊണ്ടാ ഞാനിപ്പോ പറയാത്തത്. ചേച്ചി എന്തുപറ്റി? എന്താ ഇത്ര ആലോചന? അതോ, അത് രാവിലെ എഴുന്നേറ്റപ്പോ താമസിച്ചു പോയി. കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. നിനക്ക് സ്കൂളിൽ പോവാനും സമയമാവുന്നു. ഇനിയിപ്പോ എന്ത് വേണമെന്നാ ഞാൻ. അത് സാരമില്ല മോളെ. വരുന്ന വഴിക്ക് നമ്മുടെ കുംഭാരന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കടയിൽ കയറി രണ്ടുപേരും ആഹാരം കഴിച്ചു. അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ഇവനിതൊരു പതിവാണല്ലോ. നല്ല പാലപ്പവും മുട്ടക്കറി ആയിരുന്നു ചേച്ചി. അതുകൊണ്ട് ഇപ്പൊ വിശപ്പില്ല. ശരി ശരി, അപ്പൊ സ്കൂളിൽ പോവാൻ റെഡിയാവ്. ചെല്. ശരി ചേച്ചി, ഇന്ന് യൂണിറ്റ് ടെസ്റ്റാ, നേരത്തെ പോണം. മോളൊന്നും കഴിച്ചില്ലല്ലോ. ഇനി വിശന്നിരിക്കണ്ട. അവിടെ പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഞാനിവനെ ഒരുക്കി വിട്ടോളാം. ശരി അച്ഛാ. അനികുട്ടാ, ആ ഫുൾ മാർക്ക് വാങ്ങണേ. ആ ശരി, നോക്കാം ചേച്ചി. ടാറ്റാ. ടാറ്റാ. ശരി അച്ഛാ. ശരി. ഇവരെന്താ പുറത്തിങ്ങനെ കൂടി നിക്കണേ? അകത്തും ആളനക്കൊന്നും ഇല്ലല്ലോ. ഹലോ, എന്താ പറ്റിയ എല്ലാവർക്കും? ഇന്നെന്താ ഈ വീട്ടില് ജോലിയൊന്നും ഇല്ലേ? ഒരു ചാൻസ് കിട്ടിയാ മതി, എല്ലാരും കൂടെ അങ്ങ് തുടങ്ങും നാട്ടുവർത്താനം പറയാൻ. സുജാതേച്ചി, മാഡത്തിന് കോഫി കൊടുത്തോ? സാറിന് ഗ്രീൻ ടീയോ? കല്യാണി, ഇവിടെ എല്ലാരും വലിയ ടെൻഷനില്ല. വലിയ കുഞ്ഞിന് ഇന്നലെ രാത്രി മഴ കൊണ്ടിട്ട് പനി പിടിച്ചു. വൈറൽ പനിയാണെന്നാ പറയുന്നേ. ഡോക്ടർ പരിശോധിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഈ സാറിന് പാതിരാത്രി പുറത്തിറങ്ങി മഴ കൊള്ളേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചില സമയത്ത് എല്ലാവർക്കും കൊച്ചുകുട്ടികളുടെ സ്വഭാവം. കൃഷ്ണേട്ടാ, ഇന്നത്തെ ബോർഡ് മീറ്റിംഗ് മാറ്റിവെച്ചേക്ക്. ആനന്ദ് ഇങ്ങനെ പനിച്ചു കിടക്കുമ്പോ എനിക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ.
ഏയ് അതൊന്നും സാരമില്ലമ്മേ. ഡോക്ടർ തന്ന ഇഞ്ചക്ഷനിൽ ആശ്വാസമുണ്ട്. മാത്രമല്ല അരവിന്ദ് ഉണ്ടല്ലോ, പിന്നെന്തിനാ ബോർഡ് മീറ്റിംഗ് മാറ്റുന്നത്? അതല്ല മോനെ. ദേ നോക്ക്, നിന്റെ ദേഹത്ത് ചൂട് ഇനിയും കുറഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതാ ഏറ്റവും നല്ല മെഡിസിൻ. അതാ ഇപ്പോഴത്തെ പനിക്ക് വെള്ളം തന്നെയാ പറ്റിയ മരുന്ന്. ഏതായാലും നിങ്ങൾ അമ്മയും മോനും കൂടി ഒരു തീരുമാനത്തിലെത്ത്. ബോർഡ് മീറ്റിംഗ് മാറ്റണോ വേണ്ടേ? മാഡം, വലിയുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം മാഡം.